അങ്ങനെ അടുത്ത ദിവസം വെന്നൊരു വലിയ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നറിഞ്ഞ അവളുടെ സ്റ്റെപ്പ് മദർ മകനെ കൂട്ടി അവളുടെ കമ്പനിയിലേക്ക് വരികയാണ്. അവർ സ്പീക്കറൊക്കെ വെച്ച് വെന്നിനെ മോശമായിട്ട് സംസാരിക്കുകയാണ്. അവിടേക്ക് ഫൂ വന്നിട്ട് നിങ്ങൾക്കെന്താ ഇവിടെ പണിയെന്ന് ചോദിക്കുമ്പോൾ ഒരു പണക്കാരനെ കിട്ടിയപ്പോൾ നിന്റെ കുടുംബത്തെ മറന്നോ എന്ന് ചോദിക്കുന്നു. വെന്ന് ഫൂനോട് ഇതാണ് എൻ്റെ സ്റ്റെപ്പ് മദർ എന്ന് പറയുമ്പോൾ അവരാണെങ്കിൽ 1 മില്യൺ തന്നാലേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നെന്ന് പറയുന്നു. ക്യാഷിന് വേണ്ടി വന്നതെന്നറിഞ്ഞ അവൻ എൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല. അപ്പോൾ സ്റ്റെപ്പ് ബ്രദർ ക്രെഡിറ്റ് കാർഡ് കാണിച്ച് ഇതിലുമുണ്ടാകും ക്യാഷ് എന്ന് പറയുന്നു. അപ്പോൾ വെന്ന് അവനോട് ദേഷ്യപ്പെടുമ്പോൾ ഇത് ഞങ്ങളുടെ ഫാമിലി വിഷയം, നീ ഇതിൽ ഇടപെടരുത് എന്ന് പറയുമ്പോൾ വെന്ന് അവനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ സ്റ്റെപ്പ് ബ്രദർ വെന്നിനെ അടിക്കാൻ വന്നതും ഫൂ അവനെ അടിച്ചിടുകയാണ്. അതുകൊണ്ട് തന്നെ ആ അടിക്കുന്ന വീഡിയോ വൈറലായി കമ്പനിയിലേക്ക് വരാനിരുന്ന പ്രൊജക്റ്റ് ക്യാൻസൽ ആവുകയും അവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്നുള്ള കാര്യം പറയുന്നു. അവൾ ഈ പ്രൊജക്റ്റ് നമുക്ക് തന്നെയായിരിക്കും കിട്ടുകയെന്ന് വീരത്തോടെ പറയുമെങ്കിലും വീട്ടിലെത്തി കഴിഞ്ഞാൽ അവൾ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, നിങ്ങളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് കരയുമ്പോൾ അവൻ അവളെ സമാധാനപ്പെടുത്തി കവളിലൊക്കെ തൊടുമ്പോൾ അവൻ എന്തൊരു ക്രഷ് തോന്നുകയാണ്. ശേഷം അവൻ ഇന്റർനെറ്റിൽ സോയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റി സെർച്ച് ചെയ്തിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ഐഡിയ വെച്ച് ട്രൈ ചെയ്യുമെന്ന് പറയുന്നു. ഫസ്റ്റ് അവർ രണ്ടുപേരും എങ്ങനെയാണ് മീറ്റ് ചെയ്തത് അതുപോലെ വേഷമെല്ലാം ഇട്ട് ലിഫ്റ്റിൽ വന്ന് കിസ് ചെയ്യുന്നത് പോലെ പോസ് കൊടുക്കുമ്പോൾ കറക്റ്റ് അവിടേക്ക് അവൻ്റെ അസിസ്റ്റൻ്റ് വന്ന് നശിപ്പിക്കുന്നു. എന്നാൽ അതും ഫെയിലാവുകയാണ്. അടുത്തത് കറണ്ട് ഷോക്ക് ഏൽപ്പിക്കലാണ്. രണ്ടുപേർക്കും കറണ്ട് അടിച്ചതല്ലാതെ സോയിൽ എക്സ്ചേഞ്ച് ആയില്ല. നെക്സ്റ്റ് മാന്ത്രിക പേപ്പർ വെച്ച് മന്ത്രം ചൊല്ലുക, അതും ഒരു വഴി ശരിയായില്ലേ എന്ന് പറഞ്ഞ് വെന്ന് ഉറങ്ങിപ്പോകുന്നു. ലാസ്റ്റ് ഉമ്മയിൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് കിസ് ചെയ്യാൻ വന്നതും വെന്ന് അവളുടെ ചുണ്ടിൽ ഉമ്മ വയ്ക്കാൻ സമ്മതിച്ചില്ല. എന്നാൽ ഫൂ അവളെ പിടിച്ച് കിടത്തി കിസ് ചെയ്തതും അതും വർക്കായില്ല. എല്ലാം പോയി. ഇനി അവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ ഹെഡായ ലീയെ മീറ്റ് ചെയ്താൽ അവരെയും കൊണ്ട് ആ പ്രൊജക്റ്റ് വാങ്ങാം, അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ആകുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ലീയെ മീറ്റ് ചെയ്യാൻ പോകുന്നു. എന്നാൽ ലീ ആണെങ്കിൽ അവളുടെ കയ്യിലെല്ലാം തൊട്ട് സംസാരിക്കുന്നത് കണ്ട് അവൾ ഒന്നും മനസ്സിലാവാതെ ഇരിക്കുകയാണ്. എന്നാൽ ലീയുടെ ആ ബിഹേവിയർ അവന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ അവളെ പുറത്തേക്ക് കൊണ്ടുപോയി. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, എൻ്റെ കയ്യല്ലേ തൊട്ടത്, പുറത്തേക്ക് വന്നത് ഞാൻ ചോദിക്കുമ്പോൾ അയാൾ വേറൊരു അർത്ഥത്തിലാണ് നിന്നെ ടച്ച് ചെയ്തത്, അതിന് നീ സഫർ ചെയ്യേണ്ടെന്ന് പറയുന്നു. ഞാൻ എന്തിനു സഫർ ചെയ്യണം, ഇത് എൻ്റെ ബോഡി അല്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് പോയി പ്രൊജക്റ്റിനെ പറ്റി സംസാരിക്കുന്നു. എന്നാൽ അവൾ അകത്തേക്ക് കയറുമ്പോൾ ഇവളെ പുറത്തിറക്കിയാൽ മാത്രമാണ് ഞാൻ സൈൻ ചെയ്യുന്നു പറഞ്ഞതും അവന് ദേഷ്യം വരികയും പുറത്തേക്ക് പോകുന്നത് പോലെ തിരിച്ചു വന്ന് ലീക്ക് ഒരൊറ്റൊരടി കൊടുക്കുകയാണ്. അടി കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ സൈൻ ചെയ്യില്ലെന്ന് പറഞ്ഞു ഓടുന്നു. അവരെ കൊണ്ട് ആ പ്രൊജക്റ്റ് വാങ്ങാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ കമ്പനിയിൽ 3 ഹെഡും അവളെ ചീത്ത പറയുമ്പോൾ അവിടേക്ക് അവളെ ചീത്ത പറഞ്ഞ് ഒരാൾ വരികയാണ്. അത് ഫൂന്റെ അങ്കിളായ മെങ്ങാണ്. വെന്നിന് മെങ്ങിനോട് ഓൾറെഡി ഒരു 1 സൈഡ് ലവ് ഉണ്ടായിരുന്നു. മെങ്ങ് വന്ന് പ്രൊജക്റ്റ് വാങ്ങിച്ചത് കൊടുക്കുമ്പോൾ അവർ 3 പേർക്കും സന്തോഷമാവുകയും തക്ക സമയത്തേക്ക് അവിടെ ഫൂ വരുന്നു. എന്നാൽ വെന്ന് മെങ്ങിനെ കണ്ട് അവനെ തന്നെ നോക്കി നിൽക്കുകയായിരിക്കും. ഫൂ വന്ന് ഞങ്ങൾക്ക് ഇവരുടെ സഹായമൊന്നും വേണ്ട, ഞങ്ങൾ ഇതിന് വഴി കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വർക്കയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഫൂവിന്റെ ശരീരത്തിൽ അവൾ തന്നെയാണെന്നറിയാതെ മെങ്ങിനെ നോക്കി നിൽക്കുമ്പോൾ മെങ്ങ് നീ എന്തിനാണ് എന്നെ നോക്കി നിൽക്കുന്നെന്ന് പറയുന്നു. പെട്ടെന്ന് അവൾ അവൻ്റെ ഷോൾഡറിൽ ചാരി ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു പറയുന്നു. ഇവൻ എൻ്റെ മാനം കളയുമെന്ന് ഫൂ പറയുമ്പോഴാണ് അവൾ ഇപ്പോൾ ഫൂവിന്റെ ശരീരത്തിലാണല്ലോ എന്നുള്ള കാര്യം ഓർക്കുന്നത്. എന്നാൽ ഇവിടെ മെങ്ങ് വെന്നാണെന്ന് കരുതി ഫൂ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കണ്ടിട്ട് ഒരുപാട് നാളായില്ലെന്ന് പറഞ്ഞ് ഷേക്കാന് കൊടുക്കുമ്പോൾ ഫൂ ആണല്ലോ അവളുടെ ശരീരത്തിൽ. അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുന്നു. അവൾ അവനോട് യാത്ര പറഞ്ഞ് പോകുമ്പോൾ അവളെ പിടിച്ചു കൊണ്ടു പോവുകയാണ്. അവൻ എൻ്റെ കോമ്പറ്റീറ്റർ ആണ്, അവനുമായി അധികം അടുക്കണ്ടെന്ന് പറയുമ്പോൾ ഇവൻ മെങ്ങിനെ കണ്ട് ടാറ്റ കൊടുത്തു പോവുകയാണ്. ശേഷം അന്ന് രാത്രി അവന് പീരീഡ്സ് ആവുകയാണ്. അതറിയാതെ അവളെ വിളിച്ച് എനിക്ക് ഭയങ്കര വയറുവേദന എന്ന് പറഞ്ഞ് കരയുമ്പോൾ എടമണ്ട നിനക്ക് പീരീഡ്സ് ആണ് വന്നിരിക്കുന്നത്, വീട്ടിൽ വല്ല പാഡ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ കയറുന്നതിന് മുന്നേ അവനൊരാണായിരുന്നല്ലോ, എൻ്റെ വീട്ടിൽ എവിടെ നിന്ന് പറയുമ്പോൾ ഇവൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് തരാമെന്ന് പറയുന്നു. അടുത്ത സെക്കൻഡിൽ ഡെലിവറി ആയി കിട്ടുമ്പോൾ അവനത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഉടനെ അവൾക്ക് ഇത് ഫോട്ടോ എടുത്തയച്ച് റിപ്ലൈക്കായി വെയിറ്റ് ചെയ്യുന്നു. റിപ്ലൈ ഒന്നും വരാത്തതുകൊണ്ട് തന്നെ ഫോണിൽ നോക്കുമ്പോൾ അറിയുന്നത് അവൻ വെന്നിനല്ല ഫോട്ടോ അയച്ചു കൊടുത്തിരിക്കുന്നത്, പകരം വെന്നിൻ്റെ ക്രഷായ മെങ്ങിനെയാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. മെങ്ങ് കാണുന്നതിന് മുന്നേ ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് നോക്കുമ്പോൾ മെങ്ങ് ഓൾറെഡി ആ മെസ്സേജ് കാണുന്നു. ഇവിടെ അവനത് യൂസ് ചെയ്യാൻ അറിയില്ലല്ലോ, ഒന്ന് പോയി നോക്കി വരാമെന്ന് ചെല്ലുമ്പോൾ മെങ്ങ് അവൾക്ക് വേണ്ടി ഹോട്ട് വാട്ടർ എല്ലാം കൊണ്ടുവന്ന് നിൽക്കുന്നു. മെങ്ങിനെ കണ്ട അവൾക്ക് ഒരുപാട് സന്തോഷം
സന്തോഷമാവുകയും ഒരുമാതിരി നോട്ടം കാണുമ്പോൾ പെട്ടെന്ന് അവൻ ഡോറ് ഓപ്പൺ ചെയ്യുന്നു. നിനക്ക് വേണ്ടി ഹോട്ട് വാട്ടർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മെങ്ങ് പറയുമ്പോൾ വാവ് സൂപ്പർ എന്ന് വെന്ന് പറയുമ്പോൾ ഫു അവനെ അകത്തേക്ക് കൊണ്ടുപോയി ഡോർ അടയ്ക്കുകയാണ്. അവൾ മെങ്ങ് എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ മെങ്ങിനയച്ച മെസ്സേജ് ഒന്നും പറയുന്നില്ല. അപ്പോൾ അവന് വീണ്ടും വയറുവേദന വരുമ്പോൾ അവൾ കൈ ഉരച്ച് ചൂട് പിടിച്ചാൽ ഇത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞ് ചൂട് കൊടുക്കുന്നു. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോൾ മെങ്ങിന്റെ മെസ്സേജ് വീണ്ടും വരുന്നു. ഇവളും മെങ്ങിന്റെ മെസ്സേജ് ആണെന്ന് കണ്ട് സന്തോഷമാവുകയും അവൾ മെസ്സേജ് എടുത്ത് നോക്കുമ്പോഴേക്കും വേഗം ഫോൺ തട്ടിയെടുക്കുമ്പോൾ അവളുടെ മേത്തേക്ക് അവൻ വീഴുകയാണ്. അടുത്ത ദിവസം കമ്പനിയിൽ ഇരിക്കുമ്പോൾ ഇന്നലെ നടന്ന സംഭവം ഓർത്ത് അവൻ ചിരിക്കുകയാണ്. ആക്ച്വലി ഫോന് വെന്നിനോട് ചെറിയൊരു ഇഷ്ടം വന്നിട്ടുണ്ട്, എന്നാൽ ഇത് അവളോട് പറഞ്ഞിട്ടില്ല. അവൻ അവളെ ഓർത്തിയിരിക്കുമ്പോൾ മെങ്ങ് വന്ന് നിനക്കിപ്പോൾ കുഴപ്പമില്ലല്ലോ, നിനക്ക് ഇഷ്ടമുള്ള സോപ്പ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവൻ എന്താണ് ഇവളുടെ പുറകെ വിടാതെ വരികയാണല്ലോ എന്ന് ചിന്തിച്ച് എനിക്ക് എന്താണ് പിടിക്കാത്തതെന്ന് മിസ്റ്റർ ഫോൺ അറിയാം, അവൻ വാങ്ങിച്ചു കൊണ്ടുവന്നോളും, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കാൻ പറഞ്ഞ് അവൻ മെങ്ങ് വാങ്ങിച്ച് കൊണ്ടുവന്ന സോപ്പ് വേസ്റ്റ് ബിന്നിലേക്ക് എറിയുന്നു. മെങ്ങിന് ഇത് കാണുമ്പോൾ വിഷമമാകുകയും ഇത് കണ്ട മറ്റു കൊളീഗ്സ് അവളെ മോശമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അവിടേക്ക് പുതിയ ജനറൽ മാനേജറായി വന്ന സൂയെ അസിസ്റ്റന്റ് പരിചയപ്പെടുത്തുകയാണ്. സോയ്ക്ക് വെന്നിനെ ഓൾറെഡി അറിയാം, അവർ രണ്ടുപേരും ഹൈസ്കൂൾ ക്ലാസ്മേറ്റ്സ് ആണ് എന്ന് പറയുമ്പോൾ ഫുവായി വെന്ന് അവിടേക്ക് വരികയും ഉടനെ സോയി ഫുവിന്റെ കൈ പിടിച്ച് നിനക്ക് വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ അവൻ അവളുടെ കൈമാറ്റുമ്പോൾ നമ്മൾ ഒരുമിച്ചല്ലേ സ്കൂളിൽ പോയത്, ഇപ്പോൾ എന്ത് പറ്റിയെന്ന് സോയി ചോദിക്കുന്നു. അവളോട് ഇവിടുന്ന് പോകാനായി പറയുമ്പോൾ അപ്പോൾ വെന്നായ ഫു നീ എന്തിനാണ് അവളോട് റൂഡായിട്ട് സംസാരിക്കുന്നത്, അവൾ എൻ്റെ ഫ്രണ്ടും കൂടിയാണ്, അവൾ ഇന്നസെന്റ് ആണ് എന്ന് പറയുമ്പോൾ അവന്റെ തലയ്ക്ക് കൊട്ടി അവളോ ഇന്നസെന്റ് എന്ന് പറഞ്ഞു പോകുന്നു. അവനും അവളുടെ പിന്നാലെ പോവുകയാണ്. അവൻ എനിക്കുള്ളതാണ്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് സോയി പറഞ്ഞ് എന്നായ ഫു ജോലി ചെയ്യുന്നിടയിൽ സോയി കുറച്ച് പേപ്പേഴ്സ് കൊണ്ടുവന്ന് ഇതിൽ തെറ്റുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം കറക്റ്റ് ആണല്ലോ എന്നവൻ പറയുമ്പോൾ അപ്പോൾ അവൾ അത് ചുരുട്ടി അവൻ എനിക്കുള്ളതാണ്, നിനക്കല്ല, ഞങ്ങൾ രണ്ടുപേരും ചെറുപ്രായം മുതലേ ഫ്രണ്ട്സാണ് എന്ന് പറയുന്നു. ഇവളെയാണല്ലോ ഇന്നസെന്റ് എന്ന് പറഞ്ഞ് എന്ന് ചിന്തിക്കുമ്പോൾ സൂയി അവന്റെ കൈ പിടിച്ച് സൂയി താഴെ വീണ് ആക്ട് ചെയ്യുന്നു. എന്തിനാണ് ഇവൾ ഈ പ്രാന്തൊക്കെ ചെയ്യുന്നതെന്ന് അവൻ നോക്കി നിൽക്കുമ്പോൾ അവിടേക്ക് വെന്നു വരികയാണ്. അതുകൊണ്ടാണ് സൂയി ഓവറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ അവൾ വന്ന് എന്താണ് നടക്കുന്നത് ചോദിക്കുമ്പോൾ എന്നെ തള്ളിയിട്ടെന്ന് സോയി പറയുന്നു. ഞാനൊന്നും നിന്നെ തള്ളിയിട്ടിട്ടില്ലേ എന്ന് ഫു പറയുമ്പോൾ അവളെ കാണാൻ ഇന്നസെന്റ് ആയതുകൊണ്ട് ഇവൾ പറയുന്നത് സത്യമാണ് എന്ന് ഫു പറയുന്നത് പോലെ റിട്ടേൺ പറഞ്ഞ് മനസ്സിൽ ഇപ്പോൾ ഇവളുടെ സ്വഭാവം അറിഞ്ഞെന്ന് ചിന്തിക്കുന്നു. എന്തായാലും നീ അവളോട് സോറി പറയാനായി ഫോനോട് പറയുമ്പോൾ അതൊന്നും പറ്റില്ല, ഞാനൊന്നുമല്ല തള്ളിയിട്ടത്, ഇവിടെ ക്യാമറ ഉള്ളതല്ലേ, വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ ഉടനെ സോയി ഞാൻ അറിയാതെയാണ് വീണത് എന്ന് പറഞ്ഞ് തടി തപ്പുന്നു. അപ്പോഴാണ് ഫോന് മനസ്സിലാകുന്നത് ഇവൾ നേരത്തിന് നിറമാറുന്നവളാണ്. സോയി അപ്പോഴേക്കും എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞ് നാളെ റിയൂണിയൻ പാർട്ടിക്ക് ഇട്ടുകൊണ്ട് വരാനായിട്ട് സൂയി ഒരു ചെയിൻ അവൾക്ക് കൊടുക്കുന്നു. ഫു അത് വാങ്ങിച്ചിട്ട് പോകുമ്പോൾ ആണ് അറിയുന്നത് സൂയി ഫേക്ക് ആയിട്ടുള്ള ചെയിൻ ആണ് വാങ്ങിച്ച് അവൾക്ക് കൊടുത്തയച്ചേക്കുന്നത്. നാളെ അവൾ അത് ഇട്ടുകൊണ്ട് വരുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താനും കൂടിയാണ്. അടുത്ത ദിവസം റിയൂണിയൻ പാർട്ടിയിൽ അവൾ പോവുകയാണ്. അവന് പോകാൻ തന്നെ ഒട്ടും ഇഷ്ടമല്ല. പോകണോ എന്ന് വെന്നിനോട് ചോദിക്കുമ്പോൾ പിന്നെ പോകണ്ടേ, നീയല്ലേ ഇപ്പോൾ എൻ്റെ ബോഡിയിലുള്ളത് എന്ന് പറയുന്നു. അവനും പോവുകയാണ്. കോള് വഴി വെന്ന് ഫോനോട് ഏത് പെണ്ണിനോട് സംസാരിക്കണം, ഏത് പെണ്ണിനോട് സംസാരിക്കാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ് നൽകി എല്ലാം ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ആ പാർട്ടിയിലേക്ക് വരികയാണ്. അവിടെ സോയി അവൾക്ക് കൊടുത്ത ബ്രേസ്ലെറ്റ് കണ്ട് പണ്ടും ഇപ്പോഴും നീ സോയുടെ കോപ്പി അടിച്ചിട്ടല്ലേ നടക്കുന്നത്, നിനക്കിപ്പോഴും അതിനൊരു മാറ്റമില്ലല്ലോ എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ വെന്നിനെ മോശമായിട്ടാണ് പറയുന്നതെന്നറിഞ്ഞവൾ ഞാനൊന്നും കോപ്പി അടിച്ചിട്ടില്ല, ഇതവൾ വാങ്ങിച്ച് തന്ന ഫേക്ക് ചെയിനാണെന്ന് പറഞ്ഞ് കാണിച്ച് ഞാൻ ഇട്ടിരിക്കുന്നത് ഒറിജിനലാണെന്ന് പറയുന്നു. എന്നാൽ അവർ വീണ്ടും അവളെ ചൊറിയാനായിട്ട് സോയുടെ ബോയ്ഫ്രണ്ടായ മെങ്ങിനെ നീ വളയ്ക്കാൻ നോക്കിയില്ലേ, നീ കാരണമാണ് അവൻ സോയെ ബ്രേക്കപ്പ് ചെയ്തെന്ന് പറയുമ്പോൾ അവിടേക്ക് മെങ്ങ് വരുന്നു. ഞാൻ സോയെ ലവ് ചെയ്തിരുന്നില്ലെന്നും വെന്നായ ഫോനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി വെന്നിൻ്റെ ബോഡിയിൽ ഫോണല്ലോ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് എന്ന് പറഞ്ഞു പോകുമ്പോൾ വെങ്ങ് അവളോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. വെന്നിനെ ലവ് ചെയ്തിരുന്നെന്നും നിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്യാൻ വന്നതായിരുന്നു, എന്നാൽ അച്ഛന് പാടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എബ്രോഡിൽ പോയി കുറച്ച് വർഷം അവിടെയായിരുന്നു. അതിനുശേഷം ഇവിടെ വന്നപ്പോഴാണ് കമ്പനിയിൽ വെച്ച് നിന്നെ വീണ്ടും കണ്ടത്. നിന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, അന്നും ഇന്നും ഞാൻ നിന്നെ മിസ് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് മെങ്ങ് പറയുമ്പോൾ വെൻ ഇതെല്ലാം കേട്ട് കരയുകയാണ്. ഫു ആണെങ്കിൽ ഇനി അവൻ പറയുന്നത് കേൾക്കണ്ടെന്ന് കരുതി ഹെഡ്സെറ്റ് എടുത്തിട്ട് ആരും എന്നെ വെയിറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു പോകുമ്പോൾ മെങ്ങ് വീണ്ടും അവളെ പിടിച്ചു നിർത്തി
ഫു അവളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ച് എൻ്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ശേഷം വീട്ടിൽ വരുമ്പോൾ വെന്ന് ഒരുപാട് സന്തോഷത്തിൽ വൈനൊക്കെ കുടിച്ചിരിക്കുകയാണ്. കാരണം മെങ്ങിനും അവളെ ഇഷ്ടമായിരുന്നല്ലോ. ഇവളായിരുന്നല്ലോ വൺ സൈഡ് ലവ് ആയിട്ട് കൊണ്ടു നടന്നത്. അപ്പോൾ അവനും ഇവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഡ്രിങ്കെല്ലാം കുടിക്കുമ്പോൾ ഇവന് ഭയങ്കര ദേഷ്യമാണ് വരുന്നത്. എന്നിട്ട് നമ്മളുടെ ശരീരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഡിവോഴ്സ് ചെയ്ത് മെങ്ങിന് വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദേഷ്യം വന്ന ഫു അവൾ കുടിച്ചിരിക്കുന്ന ഡ്രിങ്ക് വാങ്ങിച്ച് ഇത് എൻ്റെ ഡ്രിങ്കാണ്, സോ എൻ്റെ സാധനങ്ങൾ തൊടരുതെന്ന് പറഞ്ഞ് അവൾ ആ ഡ്രിങ്ക് കുടിച്ചിട്ട് അവിടുന്ന് പോകുന്നു.